നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ചർച്ചയിൽ സമവായം. തലസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിൽ സർവകക്ഷി യോഗം വിളിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചയിൽ തീരുമാനം. അടുത്ത മാസം 6-ന് യോഗം ചേരും. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരും കോട്ടയത്തും നാളെ ഉഭയകക്ഷി ചർച്ച നടത്താനും CPM BJP നേതാക്കളുടെ യോഗത്തിൽ ധാരണ. തിരുവനന്തപുരത്ത് നടന്നത് അത്യന്തം ദാരുണമായ സംഭവമെന്ന് മുഖ്യമന്ത്രി പിണറായി. അക്രമ സംഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അണികൾക്ക് നിർദ്ദേശം നൽകും. അക്രമങ്ങൾ തുടരില്ലെന്നും യോഗത്തിൽ ധാരണ. രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കോടിയേരി. കേരളത്തിലേത് സമാധാനം നഷ്ടപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമെന്ന് കുമ്മനം രാജശേഖരൻ. സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ ഏത് ചർച്ചയ്ക്കും BJP തയ്യാറാണ്. സംസ്ഥാനത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വൈര്യജീവിതം നടത്താനും എല്ലാവർക്കും അവകാശമുണ്ടാകണം. മാദിനിക്ക് ആശ്വാസം. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ PDP നേതാവ് അബ്ദുൽ നാസർ മാദിനിക്ക് അനുമതി നൽകി സുപ്രീം കോടതി. നാളെ മുതൽ 14 വരെ മാദിനിക്ക് കേരളത്തിൽ തങ്ങാം. സുരക്ഷാ ചിലവുകൾ സ്വയം വഹിക്കണമെന്നും കോടതി. ഉത്തരവ് മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ. ഇളവപേക്ഷയുമായി മാദിനി സുപ്രീം കോടതിയെ സമീപിച്ചത് വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്ന ആവശ്യം NIA തള്ളിയ സാഹചര്യത്തിൽ. സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ PDP ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് പിൻവലിക്കുകയായിരുന്നു. അരിശത്തിൽ വിശദീകരിച്ച്. സമാധാന ചർച്ചയിൽ മാധ്യമപ്രവർത്തകരോട് കയർത്തതിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. ചർച്ചയിലേക്ക് മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചിരുന്നില്ല. ദൃശ്യങ്ങൾ പകർത്താൻ പോലും ആർക്കും അനുമതി നൽകിയിരുന്നില്ലെന്നും പിണറായി. വിശദീകരണം വിഷയത്തിൽ മാധ്യമങ്ങൾ വിമർശനം ഉന്നയിക്കുകയും മറ്റ് നേതാക്കൾ വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരോടുള്ള മുഖ്യന്റെ നടപടി ലഘൂകരിച്ച് കാനവും ന്യായീകരിച്ച് കോടിയേരിയും. പിണറായിയുടേത് ഗ്രാമീണ ഭാഷയാകാമെന്നും അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും കാനം. പത്രക്കാരെ പങ്കെടുപ്പിച്ചാൽ സമാധാന ചർച്ച നടക്കില്ലെന്ന് കോടിയേരി. അതേസമയം മാധ്യമപ്രവർത്തകരെ വിരട്ടിയ മുഖ്യന്റെ നടപടി രഹസ്യ അജണ്ടയുടെ ഭാഗമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആശങ്കയും വിമർശനവും. തലസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചും സർക്കാരിന് നേരെ വിമർശനം ചൊരിഞ്ഞും AK ആന്റണി. വ്യക്തിബന്ധങ്ങളെ രാഷ്ട്രീയം നശിപ്പിച്ചതാണ് പുതിയ കാലം നേരിടുന്ന വെല്ലുവിളി. രാഷ്ട്രീയ അക്രമങ്ങൾ തടയാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെടണം. ആന്റണിയുടെ പ്രസംഗം തലസ്ഥാനത്ത് N രാമചന്ദ്രൻ ഫൗണ്ടേഷന്റെ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്. കേരള കൗമുദി എഡിറ്റോറിയൽ അഡ്വൈസറായിരുന്ന N രാമചന്ദ്രന്റെ സ്മരണയ്ക്കായി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ചടങ്ങിൽ പ്രൊഫസർ MK സാനുവിന് ആന്റണി സമ്മാനിച്ചു. മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് സംസ്കാരത്തിലേക്ക് മാറുമ്പോൾ നഷ്ടമാകുന്നത് വിശ്വാസ്യതയാണെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച ശശി തരൂർ MP. ഫൗണ്ടേഷൻ പ്രസിഡന്റ് BRP ഭാസ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവി പ്രഭാവർമ്മ പ്രശസ്തി പത്രം സമർപ്പിച്ചു. കേരള കൗമുദി എഡിറ്ററും ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റുമായ ദീപു രവി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. N രാമചന്ദ്രന്റെ മകൾ R ലക്ഷ്മിദേവിയും കുടുംബാംഗങ്ങളും വിഭിന്ന മേഖലകളിലെ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങിൽ സെക്രട്ടറി PP ജെയിംസ് സ്വാഗതവും പന്തളം സുധാകരൻ നന്ദിയും പറഞ്ഞു. കടുപ്പിച്ച് റഷ്യയും. അമേരിക്കയുമായി നയതന്ത്ര പ്രതിസന്ധി നിലനിൽക്കെ നിലപാട് കടുപ്പിച്ച് റഷ്യ. രാജ്യത്തുള്ള 755 US നയതന്ത്രജ്ഞർ ഉടൻ രാജ്യം വിടണമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അമേരിക്കയുമായുള്ള ബന്ധം ഉടൻ മെച്ചപ്പെടാനിടയില്ലെന്നും മുന്നറിയിപ്പ്. പുടിനെ ചൊടിപ്പിച്ചത് അമേരിക്ക റഷ്യയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 5:30-ന്. നമസ്കാരം.